2021 കണ്ട AK അഷ്റഫ് എന്ന ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥിയല്ല ഇത്തവണ അവിടെയുള്ളത്. അദ്ദേഹം കുറെ കൂടി കരുത്തനായിരിക്കുന്നു. എൻമകജെ എന്ന് പറയുന്നൊരു പഞ്ചായത്തുണ്ട്. നമ്മൾ അംബികാസുധൻ മാങ്ങാടിൻ്റെ പുസ്തകത്തിലൊക്കെ വായിച്ച എൻമകജെ പഞ്ചായത്ത്. അവിടെ സ്വർഗ എന്നൊക്കെ പറയുന്ന ചില വാർഡുകളുണ്ട്. അവിടെയാണ് ഏറ്റവും അവസാനം വോട്ടെണ്ണുന്നത്. അതായത് മഞ്ചേശ്വരത്തെ വോട്ടെണ്ണലിൻ്റെ ഓരോ വോട്ടെണ്ണുന്ന നിമിഷവും കേരളത്തിലെ മൊത്തം മലയാളികളുടെ മനസ്സിൽ നെഞ്ചിടിപ്പായിരുന്നു. കഴിഞ്ഞ സുരേന്ദ്രൻ 89 വോട്ട് നേടി തോറ്റ സമയത്തൊക്കെ. ആ സമയത്ത് ആ ബൂത്തിലൊക്കെ ഉള്ളത് മുസ്ലിം വോട്ടുകാരല്ല, ഹിന്ദു വോട്ടർമാർ കൂടുതലുള്ള ഒരു ബൂത്തുകളാണ് അതൊക്കെ. പക്ഷേ അവിടങ്ങളിൽ നിന്നുള്ള വോട്ട് ഏണി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്കാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മതമൈത്രിയുടെ കൂടി കഥ പറയാനുണ്ട്. അപ്പോൾ മഞ്ചേശ്വരത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ രാഷ്ട്രീയ ബോധ്യത്തെക്കുറിച്ച് പറയണം. ഇനിയിപ്പോൾ വീണ്ടും കെ സുരേന്ദ്രൻ തന്നെ ഒരു തവണ അവിടെ വരും എന്ന് ഉറപ്പായി കഴിഞ്ഞു. AK അഷ്റഫിലൂടെ ലീഗ് സ്ഥാനാർത്ഥി വരുന്നു. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്നറിയില്ല. പക്ഷേ ഇടതുപക്ഷമെന്നോ കോൺഗ്രസ് എന്നോ ഇല്ലാതെ BJPയെ പ്രതിരോധിക്കാൻ അവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉറച്ച് നിൽക്കാറുണ്ട്. അത് ഇത്തവണയും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം അവസാനമായി ഞാൻ പറയുന്നത് 2021 കണ്ട AK അഷ്റഫ് എന്ന ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥിയല്ല ഇത്തവണ അവിടെയുള്ളത്. അദ്ദേഹം കുറെ കൂടി കരുത്തനായിരിക്കുന്നു, കുറെ കൂടി ജനകീയനായിരിക്കുന്നു. അപ്പോൾ കെ സുരേന്ദ്രന് കുറെ കൂടി കടുത്ത ഒരു മത്സരമാണ് മഞ്ചേശ്വരത്ത് ഇത്തവണ കാത്തു നിൽക്കുന്നത്.